നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത് ഐ തിങ്ക് വി ആർ പ്ലാനിങ് ടു ടോക്ക് ഓൺ ക്ലെഫ്റ്റ് പാലറ്റ് ആൻഡ് സ്പീച്ച് ആൻഡ് ഓഡിയോളജി ആസ്പെക്ട്. എല്ലാവർക്കും ഇതൊരു നമുക്കറിയാവുന്ന കാര്യമാണ്. ക്ലെഫ്റ്റ് പാലറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു നമ്മളൊരു സിസ്റ്റമാറ്റിക് ആണോ അതോ പ്രോട്ടോകോൾ വൈസിലാണോ ചെയ്യുന്നത് എന്നും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്. ഞാനും ഉണ്ട്, ഡോക്ടർ അർച്ചനയുണ്ട്, ഞങ്ങളുടെ സ്പീച്ച് ആൻഡ് ഓഡിയോളജിസ്റ്റ് ഉണ്ട്. സോ ഞാനൊരു ഫ്രം എ സർജൻസ് ആസ്പെക്ട് എന്തുവാണ് എനിക്ക് ആവശ്യം, എന്തുവാണ് എൻ്റെ ആ കൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് then I'll hand it over to my speech therapist. So the important aspect, cleft ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് ആണ് ക്ലെഫ്റ്റ് പാലറ്റ് സർജറി. കാര്യം ക്ലെഫ്റ്റ് പാലറ്റിൽ നിന്നാണ് നമ്മൾ പേഷ്യൻസിൻ്റെ ഒരു ലോങ് ഫോളോ അപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് നമുക്കറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ക്രൈറ്റീരിയ ഫോർ ഒരു എന്താ പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ജസ്റ്റ് ഒരു പാലറ്റ് ഓപ്പറേറ്റ് ചെയ്ത് മാത്രമായിട്ട് ആ പേഷ്യനെ നമുക്ക് വിടാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ഇനിയും താഴെ വരുന്ന കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രം യുവർ മൈൻഡ് ഓൾസോ നിങ്ങളുടെ ആസ്പെക്ട്, നിങ്ങളാണ് ഇതിനകത്ത് ഒരു സർജന്റെ ആസ്പെക്റ്റിൽ നിന്ന് ഒരു 50% ജോബേ ഉള്ളൂ. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ 50% ജോബ് റെസ്റ്റ് ഓൺ ദ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദ മാറ്റർ ഹിയർ. സോ ഇത് വലിയൊരു ഇത് തന്നെയാണ്. അല്ലാതെ നമ്മൾ സർജന്റെ തലയിൽ മാത്രമല്ല, കാര്യം സർജൻ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ, പക്ഷേ ഇതിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ട ജോലി സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെയാണ്. സോ യു ഹാവ് എ മേജർ റോൾ. സോ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ, ക്ലെഫ്റ്റ് പാലറ്റ് നമുക്കറിയാം പല ടൈപ്പിലുള്ള ക്ലെഫ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഉണ്ട്, സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ് ഉണ്ട്, ക്ലെഫ്റ്റ് ഓഫ് ദ യുവില ഉണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സാകുന്ന ഒരു ഏരിയ ആണ് സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ്. നമ്മുടെ ഒരു കൺഫ്യൂഷൻ ആണ്. ഇൻഫാക്ട് ഇത് നമ്മൾ എയർലി ഡയഗ്നോസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലെഫ്റ്റ് ഉണ്ടോ എന്ന് തന്നെ നമുക്കൊരു ഡൗട്ടാണ്. പക്ഷെ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ക്ലെഫ്റ്റ് സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ് ഉള്ള പേഷ്യന്റിന് 2 പ്രോബ്ലംസ് എപ്പോഴും കാണിക്കും. ഒന്ന്, ഹൈപ്പർ നേസാലിറ്റി, സംസാരിക്കാൻ നേരം കൂടുതൽ വാക്കുകൾ മൂക്കിൽ കൂടെ ആയിരിക്കും വരുന്നത്, ബിക്കോസ് അവരുടെ മസിൽ ഫങ്ഷനിങ് അല്ല. 2, നേസൽ റീഗർജിറ്റേഷൻ, കുടിക്കുമ്പം വെള്ളം മൂക്കുഴി വരും, കാരണം അവർക്ക് റിഫ്ലെക്സ് മെക്കാനിസം ആബ്സെന്റ് ആണ്. സോ ഈ 2 കാര്യങ്ങൾ ഒരു സബ്മ്യൂക്കസ് ക്ലെഫ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അതൊരു സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, അതും ഒരു പ്രോബ്ലം, അതൊരു മിക്ക ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. അതിനെ 2 രീതി ഡയഗ്നോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന്, നമ്മൾ പേഷ്യന്റെ വാ തുറന്ന് നമ്മളൊരു വൈറ്റ് ലൈറ്റുള്ള ടോർച്ച് അടിച്ചാൽ ഇതിനകത്തൊരു ബ്ലൂയിഷ് കളർ കാണും. അതെന്തോ ബ്ലൂയിഷ് കളർ എന്ന് പറഞ്ഞാൽ നേസൽ മ്യൂക്കോസയാണ് ആ ബ്ലൂയിഷ് കളർ. നമ്മൾ നോർമൽ പാലറ്റിൽ നമുക്കൊരു ഓറൽ ലെയർ ഉണ്ട്, മസിൽ ഉണ്ട്, നേസൽ ലെയർ ഉണ്ട്. പക്ഷേ സബ്മ്യൂക്കസ് ക്ലെഫ്റ്റില് ഓറൽ ലെയർ മാത്രമേ ഉള്ളൂ, മസിൽ ഇല്ല. സോ ദ ലൈറ്റ് ഗോസ് ആൻഡ് റിഫ്ലെക്ട്സ് ദ നേസൽ ലെയർ. അതാണ് ആ ബ്ലൂയിഷ് ടിന്റ്. 2, നമ്മൾ കൈ വെച്ച് പാൽപേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വിടവ് കാണും, there is a defect. So ഇതാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള വേറൊരു ഇത്. സോ സബ്മ്യൂക്കസ് ക്ലെഫ്റ്റിലുള്ള ഒരു ഡയഗ്നോസിങ് ഫീച്ചേഴ്സ് അതാണ്, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടാണ് ഈ ഓഡിയോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനാറ്റമിക്കൽ ആസ്പെക്ട്. ഈ ക്ലെഫ്റ്റ് ഉള്ള ഒരു കുട്ടികൾക്ക് എസ്പെഷ്യലി 2 ഇമ്പോർട്ടൻറ്റ് മസിൽസ്, ലിവേറ്റർ, ടെൻസർ, ഈ 2 മസിലും യൂഷ്വൽ ഒരു പാലറ്റിൽ സെൻട്രലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷേ ക്ലെഫ്റ്റ് ഉള്ളവരിൽ ഈ മസിൽസ് നേരെ ബാക്കിൽ പോയി അറ്റാച്ച് ചെയ്യുന്നത്. സോ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഈ മസിൽസിനെ ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇതിനെ സെൻട്രിൽ കൊണ്ടുവരണം. ഇതിനും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഉണ്ട്. ഈ മസിലാണ് നമ്മുടെ ഒരു മേജർ ഫങ്ഷൻ, അത് നിങ്ങൾക്കെല്ലാം അറിയാം, ഉസ്തേഷ്യൻ ട്യൂബ്. ഈ ഉസ്തേഷ്യൻ ട്യൂബ് ആണ് നമ്മുടെ മിഡിൽ ഇയറിന്റെ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അങ്ങനെയാണ് പേഷ്യന്റിന് ഹിയറിംഗ് ലോസ്, അല്ലെങ്കിൽ നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാൻ നേരം ആ ഏരിയയിൽ വളരെ കുറവായിരിക്കും റിപ്പോർട്ടിങ്. സോ ഇതിന്റെ വൺ ഓഫ് ദ റീസൺ ഈ മസിൽ ഫങ്ഷനിങ് അല്ല. സോ നമ്മൾ അത് ബ്ലൂ ഇയർ പല ടൈപ്പിലുള്ളതുണ്ട്. സോ ഈ ഹിയറിംഗ് ലോസ് എന്നുള്ളത് നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പം കറക്റ്റഡ് ആവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസിൽസിനെ ഡിറ്റാച്ച് ചെയ്ത് നടുക്ക് കൊണ്ടുവന്ന് നമ്മൾ സൂച്ചറി ചെയ്യുവാണ്. അപ്പം മിക്ക ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ഗ്രമെറ്റ്സ് ഇടണോ വേണ്ടായോ.
ഞങ്ങളുടെ ഒരു സ്റ്റഡി വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദിസ് ക്ലെഫ്റ്റ് പാലറ്റ് ഇഫ് യു ഡു മസിൽ റിപ്പയർ അക്യുറേറ്റ്ലി നമുക്ക് ഗ്രമെറ്റ്സ് ഇടേണ്ട ഒരു സിനാരിയോ ഒഴിവാക്കാം. അതേസമയം നമ്മൾ ഈ മസിൽ റിപ്പയർ ചെയ്തില്ലെങ്കിൽ, ഈ പടത്തിൽ കാണുന്ന പോലെ ഈ മസിൽ റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ യുസ്റ്റേഷൻ ട്യൂബ് ഫങ്ഷനിങ് വരത്തില്ല. അങ്ങനെയുള്ള സിനാരിയോയിലാണ് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രമെറ്റ്സ് ഇട്ട് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇത് വളരെ കുറവാണ്. കാര്യം നമ്മൾ മസിൽ ഫങ്ഷൻ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വീലോഫെരിഞ്ചൽ മെക്കാനിസം. ഇവിടാണ് നമ്മൾ പാലറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. വീലോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലറ്റിന്റെ ഏറ്റവും ബാക്ക് വശം, സോഫ്റ്റ് പാലറ്റ്. ഈ സോഫ്റ്റ് പാലറ്റ് നമ്മുടെ ഫാരിങ്സിൽ പോയി ഇടിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴും ഇത് പോയി ഇടിക്കണം. അപ്പൊ എന്ത് പറ്റും, നമ്മൾ അപ്പ, അമ്മ, പപ്പ പറയുമ്പം ഈ എയർ മൂക്കിക്കൂടി വരാതെ ഇറ്റ് കംസ് ത്രൂ ദ ഓറൽ ക്യാവിറ്റി. ഇതാണ് വീലോഫെരിഞ്ചൽ മെക്കാനിസം. പ്രോപ്പർ പാലറ്റ് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെക്കാനിസം വർക്ക് ചെയ്യത്തില്ല. സോ ഹിയർ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടു അബ്നോർമാലിറ്റീസ്, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ഒബ്ലിഗേറ്ററി പ്രോബ്ലംസ്. നമ്മൾ എപ്പോഴും ഒരു ക്ലെഫ്റ്റ് പാലറ്റിൽ രണ്ട് പ്രോബ്ലംസ് ആണ് പേഷ്യൻസിന് വരുന്നത്: സ്ട്രക്ചറൽ പ്രോബ്ലം, ഒബ്ലിഗേറ്ററി ഓർ കോമ്പൻസേറ്ററി ഇഷ്യൂസ്. ഫസ്റ്റ് ഇപ്പോൾ ഒരു കൊച്ചു വരുക, ആ കുട്ടിക്ക് നേസൽ എമിഷൻ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യണം ആ കുട്ടിയുടെ VPI ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. VPI ഇല്ലെന്നുണ്ടെങ്കിൽ ദെൻ സർജിക്കൽ ആസ്പെക്ട് നമുക്ക് മാറ്റി നിർത്താം. ദെൻ യു ക്യാൻ ഗോ ഇൻ ഫോർ യുവർ തെറാപ്പി, അഗ്രസീവ് തെറാപ്പി. അതേസമയം ഈ കുട്ടിക്ക് VPI ഉണ്ടെന്ന് വെക്കുക, നമ്മൾ എത്ര അഗ്രസീവ് സ്പീച്ച് തെറാപ്പി ചെയ്താലും ഈ കുട്ടിക്ക് ഹൈപ്പർ നേസാലിറ്റി കാണും. So then what you need to do, you need to refer this child for the surgical unit to do a palatal lengthening procedure. So നമ്മളിപ്പം കേട്ടു, ഒന്ന് നമ്മളൊരു പാലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നോക്കേണ്ടത് ഹൈപ്പർ നേസാലിറ്റി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഹോൾസ് ഉണ്ടെങ്കിൽ പോലും ഹൈപ്പർ നേസാലിറ്റി കാണും. സോ നിങ്ങൾ സ്ട്രക്ചറൽ എറേഴ്സ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. സ്ട്രക്ചറൽ എറേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഡു അഗ്രസീവ് തെറാപ്പി. അതേസമയം സ്ട്രക്ചറൽ എറേഴ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അഗ്രസീവ് തെറാപ്പി ചെയ്താലും അതിന്റെ റിസൾട്ട് വളരെ കുറവാണ്. സോ ജസ്റ്റ് ഇതൊരു വീഡിയോ ഫ്ലൂറോസ്കോപ്പിയാണ്. ഹിയർ യു ക്യാൻ സീ ഒരു ഞാൻ ഈ പറഞ്ഞ വീലോഫെറിഞ്ചൽ, ഇത് ഓപ്പറേറ്റഡ് ചൈൽഡ് ആണ്, പാലറ്റ് പോസ്റ്റ് സർജറി. യു സീ ഹിയർ ഈ മൂവ്മെന്റ് കണ്ടോ? സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ VPI വീലോഫെറിഞ്ചൽ മൂവ്മെന്റ്. സോ ഈ ഒരു വീഡിയോ ഫ്ലൂറോസ്കോപ്പി ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റിയാണ്. ഈവൻ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ കുട്ടിക്ക് എനിക്ക് VPI ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫ്ലൂറോസ്കോപ്പി വെച്ച് നമുക്ക്, ഇതൊരു OPD പ്രൊസീജിയറാണ്, കിടത്തി ചെയ്യേണ്ട, ഇരുത്തി തന്നെ പേഷ്യൻസിനോട് സംസാരിക്കാൻ പറയുക. ദെൻ യു ടേക്ക് കോൺസ്റ്റന്റ് എക്സ്റേസ്, സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. സോ പിന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ കുട്ടിയെ അസസ് ചെയ്യുന്നതിന് മുന്നേ സർജിക്കൽ ടെക്നിക്ക് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിൽ നിന്ന് വാങ്ങണം. കാര്യം അത് നിങ്ങൾ നോക്കണം. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ റിപ്പയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കാര്യം ഈ കുട്ടി എത്ര പാലറ്റ് സർജറി ചെയ്തതെന്നല്ലോ മസിൽ റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേഷ്യന്റ് വിൽ ഹാവ് VPI. കാരണം മസിൽ മസിൽ റീപൊസിഷൻ ചെയ്താലേ ഈ VPI അല്ലെങ്കിൽ വീലോഫെറിഞ്ചൽ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. സോ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നത് എൻ്റെ സ്പീച്ച് തെറാപ്പിസ്റ്റ് എടുക്കും. ദിസ് ഈസ് ഫ്രം എ സർജിക്കൽ ആസ്പെക്റ്റിലാണ് ഞാൻ എടുത്തത്. സോ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാം. വൈ എയർലി റിപ്പയർ? ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ അറിയാം പാലറ്റ് സർജറി അതിൻ്റെതായ ടൈമിൽ ചെയ്യണം. ടൈം തെറ്റിക്കഴിഞ്ഞാൽ എന്തോ പറ്റും? ടൈം തെറ്റിക്കഴിഞ്ഞാൽ യു നോ ഇറ്റ്, there is something called as a compensatory articulation. These compensatory articulations നിങ്ങൾക്കറിയാം വളരെ ഡിഫിക്കൽട്ടാണ് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ. സോ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോമ്പൻസേറ്ററി ആർട്ടിക്കുലേഷൻ. സോ ഇറ്റ് ഈസ് ബെറ്റർ ആൻഡ് ഓൾവേസ് ബെറ്റർ to do the palate surgery at that
12 months time if the baby is safe for that surgery. ബേബി അൺസേഫ് ആയുള്ള കുറെ രീതികളുണ്ടെന്ന് പറഞ്ഞാൽ വീറ്റ് വന്നില്ല, ബേബിക്ക് സിവിയർ പേരറോബിൻ സിൻഡ്രോം ഉണ്ട്, baby's severe sleep apnea under there, the risk is more. So we can wait. But when the baby is fit enough, it is always better that you do a early palatal repair. Why? Because you can prevent this compensatory articulation. 2 വയസ്സായി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പേഷ്യൻസ് അതിന് സെറ്റായി, കോമ്പൻസേറ്ററി എറേഴ്സ് ഒത്തിരി കൂടുതലായിരിക്കും, and it is difficult for the speech therapist to correct that articulation. So I hand it over to my speech therapist, Dr. Archana, to take over that thing. My name is Arpita. ഞാൻ ബേസിക്കലി ജസ്റ്റ് ഓഡിയോളജിക്കൽ ആസ്പെക്ട്സ് ഇവിടെ ചെയ്യുന്ന സ്പീച്ച് തെറപ്പി അത് ബേസിക് ആയിട്ട് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ലിപ്പ് ആൻഡ് പാലറ്റ് ഉള്ള കുട്ടികൾക്ക് ദേ ഹാവ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. അതൊരു മേജർ ലോസ് ആണ് അവർക്ക്. അപ്പം മെയിൻ ആയിട്ട് അവർക്ക് മിഡിൽ ഇയറിലാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ് മാത്രമുള്ള കുട്ടികൾക്ക് ലൈക്ക് അസോസിയേറ്റഡ് ക്ലെഫ്റ്റ് ലിപ്പ് മാത്രമാണെങ്കിൽ അവർക്ക് ഹൈ റിസ്ക് അല്ലായിരിക്കും. ദേ വിൽ ബി മേ ബി ഹിയറിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടാകാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ക്ലെഫ്റ്റ് പാലറ്റ് മാത്രമുള്ള കുട്ടികൾക്ക് അവർക്ക് കുറച്ചും കൂടെ കണ്ടക്റ്റീവ് ഡെഫ്നെസ് കൂടുതലായിരിക്കും ആൻഡ് അവർ ഹൈ റിസ്ക് ഗ്രേറ്റർ റിസ്കിലായിരിക്കും. മിഡിൽ ഇയറിനാണ് കൂടുതൽ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ ഓർ വി കോൾഡ് എസ് ഗ്ലൂ ഇയർ. ഇതിനാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് കണ്ടക്റ്റീവ് ഡെഫ്നെസ് ആണ്. സോ നമ്മളത് അൺട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഹിയറിംഗ് ലോസ്, ദെൻ ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, ഇയർ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് അതിന് സെൻസിന്യൂറൽ ഹിയറിംഗ് ലോസിലേക്ക് പോകാൻ ഒരു ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ഡ്യൂ ടു ഇൻഫ്ലമേറ്ററി ടോക്സിക് ഡിഫ്യൂസിങ് ത്രൂ ദ ഓറൽ റൗണ്ട് ആൻഡ് ഓവൽ വിൻഡോ മെംബ്രെയിൻസ് റിസൾട്ട് ഇൻ ഓർഗൻ ഓഫ് കോട്ടൈ ഡാമേജസ് ഒക്കെ. ഓക്കെ, പിന്നെ നമ്മളിവിടെ മെയിൻലി ഡോക്ടർ പറഞ്ഞ പോലെ ഗ്ലൂ ഇയർ അല്ലെങ്കിൽ ഒട്ടൈറ്റിസ് മീഡിയ ഉള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളിവിടെ ഒരു ഓറൽ ആന്റിബയോട്ടിക്സ് വല്ലതും കൊടുത്ത് ഫോർ എ പീരീഡ്, അത് ഒരു മോഡറേറ്റ് ക്വാളിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുത്ത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓർ എൽസ് വി ക്യാൻ ഗോ ഫോർ ഗ്രോമറ്റ് ഇൻസേർഷൻ. ബട്ട് മെയിൻലി ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും സ്റ്റിൽ ഇല്ല. അപ്പോൾ സോ വി ഗോ ഫോർ നോർമൽ ആന്റിബയോട്ടിക്സ് ഇഫ് നീഡഡ്. The average degree of hearing loss വരുന്നത് minimal to moderate hearing conductive hearing loss വരെ, that is 20 to 60 dBHL ആണ്. അപ്പോൾ നമുക്ക് ഓഡിയോഗ്രാം പാറ്റേൺ വരുമ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, ദാറ്റ് ഈസ് റിവേഴ്സ് സ്കൈ പാറ്റേൺ ആയിരിക്കും നമുക്ക് ഓഡിയോഗ്രാം പാറ്റേൺ വരുന്നത്. കൂടുതലും 250 and 500 ഹെർട്സിലായിരിക്കും ലോസ് കൂടുതൽ, ആൻഡ് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എ റൈസിംഗ് പാറ്റേൺ. ആൻഡ് ടിമ്പാനോഗ്രാം ഫൈൻഡിങ്സ് എന്ന് പറയുമ്പം ആസ് വി ഓൾ നോ ബി ടൈപ്പ് ടിമ്പാനോഗ്രാം ആയിരിക്കും. ബിക്കോസ് അതിന് മിഡിൽ ഇയർ എഫ്യൂഷൻ അല്ലെങ്കിൽ വാക്സ്, ഇയർ ഡിസ്ചാർജ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി എ ബി ടൈപ്പ് ടിമ്പാനോഗ്രാം. ദെൻ സി ടൈപ്പ് ടിമ്പാനോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസിന്റെ യൂസ്റ്റേഷ്യൻ ട്യൂബ് മസിൽ, അതുപോലെ സോഫ്റ്റ് പാലറ്റിന്റെ മസിൽസിന്റെ ഒക്കെ ഫെയിലിയർ കാരണം, ഇൻഅപ്രോപ്രിയേറ്റ് മൂവ്മെന്റ് കാരണം, ഡ്രെയിനേജ്, അതിന്റെ വെന്റിലേഷൻ ഒക്കെ അതിന്റെ പ്രഷർ ഡിഫറൻസ് ഒക്കെ കാരണം നമുക്ക് സി ടൈപ്പ് ടിമ്പാനോഗ്രാം ആയിരിക്കും കിട്ടുന്നത്. So there is evidence indicating that the eustachian tube function improves with surgical closure of the palate and with age. Cleft lip മാത്രമുള്ള ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ടെമ്പററി കണ്ടക്റ്റീവ് ലോസ് ആയിരിക്കും, ക്വയറി ആണ്. ബട്ട് സ്റ്റിൽ കുട്ടി വളരുന്ന അനുസരിച്ചും അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് നമ്മൾ മസിൽസ് ഒക്കെ റെക്ടിഫൈ ഒക്കെ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഒക്കെ മാറ്റാൻ പറ്റും. പാലറ്റ് ഓർ ക്ലെഫ്റ്റ് ലിപ്പ് ബൈലാറ്റ് മീൻസ് രണ്ടും കൂടെ കമ്പൈൻഡ് ആണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് മസിലിന്റെ ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആക്കണം. നെക്സ്റ്റ് ഇസ് OE ഫൈൻഡിങ്സ്. OE ഫൈൻഡിങ്സ് വരുമ്പം ചാൻസസ് ഓഫ് ആബ്സെന്റ് ആയിരിക്കും. OE കുറച്ച് ഹൈ റിസ്ക് ആണ്. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ഇഫ് അധികം ഓട്ടൈറ്റിസ് മീഡിയ ഓർ എഫിഷ്യൻ അല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് സെൻസിന്യൂറൽ ഹിയറിംഗ് ലോസ് മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പം ഈ സിൻഡ്രോമിക് കേസസ്, അത് റെയർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ സിൻഡ്രോമിക് കേസസ് ഉള്ളവർക്കൊക്കെ സെൻസിന്യൂറൽ ഹിയറിംഗ് ലോസ് വരാൻ ചാൻസസ് ഉണ്ട്.
And mixed hearing loss, if I പറയുന്ന glue ear അല്ലെങ്കിൽ otitis media നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ it can go പിന്നെ conductive plus sensorineural വരാം. സോ അതൊക്കെ റയർ കേസസ് ആണ് sensorineural അതുപോലെ മിക്സ്ഡ് ഹിയറിംഗ് ലോസ് ഒക്കെ വരുന്നത്. Next is management. Management surgery ആവശ്യമുണ്ടെങ്കിൽ, that is grommet insertion or ventilation ട്യൂബിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. Or else നമുക്ക് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ്സ് കൊടുക്കാം. ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ കൊടുക്കുന്നത് BTs വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്പീച്ച് പെർസെപ്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ CIC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ദേ ഗോട്ട് ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹിയറിംഗ് എയ്ഡ്സിന് തന്നെ അത് ടെക്നോളജി പാർട്ടിൽ അത് ഡെഡ് ആവും. സോ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് BTs ആയിരിക്കും. Okay, so then BERA test actually we don't do here, but BERA നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ലേറ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, ബിക്കോസ് ദേ ഗോട്ട് കണ്ടക്റ്റീവ് ഇഷ്യൂസ്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ മരുന്നൊന്നും കൊടുക്കാൻ ലൈക്ക് പെഡിക്ലോറൈൽ കൂടുതൽ നേരം ഉറങ്ങണം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് യൂഷ്വലി വി ഡോണ്ട് ഡു ഹിയർ. Then this is all about a brief history about audiological findings. Next is aspects related to speech and language. Students with cleft lip and palate or any craniofacial conditions are at risk for different type of communication disorders. Then if a child has secondary cleft palate, there is a risk of velopharyngeal insufficiency, and that can affect the speech or articulatory and resonance problem. Then cleft lip and palatal kuttiകളുടെ speech, they will be having atypical consonant production, then abnormal nasal resonance, altered voice quality, then facial or nasal grimace. Then as you all know, they will be having problem with the articulation, resonance and phonation. Then problem in articulation, there will be obligatory errors. Obligatory errors is like that is a structural abnormality. Structural abnormality ഉള്ളത് കൊണ്ട് distortion. Then placement ഒക്കെ normal ആയിരിക്കും, but നമ്മൾ അതിൽ തെറപ്പി എടുത്താൽ തന്നെ there won't be ഒരു benefit ഉണ്ടാവില്ല. സോ ആദ്യം സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് we'll go for therapy. അതിലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിലെ ഒരു നമുക്കൊരു ബെനിഫിറ്റ് കാണാൻ പറ്റത്തുള്ളൂ. Then next is compensatory errors, that is ഇൻകോമ്പിറ്റൻസി പ്രോബ്ലം ആണ്, ഫങ്ഷണൽ പ്രോബ്ലം ആണ്. അത് നമുക്ക് അതായത് മിസ് ലേണിംഗ് ആയിരിക്കും ചിലപ്പം കുട്ടിക്ക്. മേ ബി അത് ലൈക്ക് സ്ട്രക്ചറൽ പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പൻസേറ്ററി എറേഴ്സ്, ആർട്ടിക്കുലേറ്ററി എറേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്ലേസ്മെന്റ് കാണിച്ചു കൊടുത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്, ഇന്റർവെൻഷനിൽ വരുമ്പോൾ പറഞ്ഞുതരാം. Then problems in resonance due to velopharyngeal dysfunction, that is hypernasality, hyponasality and cul-de-sac resonance. So hypernasality, as we all know, it's of too much of air escaping through the nasal cavity during speech, and hyponasality is too little air escaping out through nose. Then cul-de-sac resonance is muffled speech described as potato in mouth speech, then due to blockage somewhere in the vocal tract. Then we can go for surgical management. Then effect of velopharyngeal dysfunction on speech, the same thing as we can see hypernasality, nasal air emission, then weak omitted consonants, short utterance length, and compensatory articulation. So moving on to the assessment. In assessment part, the first is case history. So case history, we have to ask for the birth history first. After the demographic data, we will go for birth history. അതിൽ പ്രീനേറ്റൽ, പെരിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, മോട്ടോ മൈൽ സ്റ്റോൺസ്, ദെൻ ഫാമിലി ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, വെദർ ദേ ഹാഡ് അണ്ടർഗോൺ ഫോർ സർജിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ദെൻ ഫീഡിങ് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കണം. ദെൻ എനി അസോസിയേറ്റഡ് മെഡിക്കൽ കണ്ടീഷൻസ്, then denture or any educational history. ഇത് മെയിൻ ആയിട്ട് നമുക്ക് കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് velopharyngeal competency. Velopharyngeal competency and oral examination is somewhat equal because നമുക്ക് സ്പീച്ച് പ്രോബ്ലത്തിൽ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്
ഡിഫക്റ്റീവ് ഓഫ് വീലോഫാരിഞ്ചൽ പോർട്ട് മെക്കാനിസം ആണ്. സോ നമ്മൾ വീലോഫാരിഞ്ചൽ കോമ്പറ്റൻസിയിൽ അസസ് ചെയ്യേണ്ടത് ഗ്രോസ് ഡിഫക്റ്റ്, അതായത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ നമ്മൾ റെസ്റ്റിലും ഫോണേഷനിലും കുട്ടിയുടെ എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ IOBP, ഇൻട്രാ ഓറൽ ബ്രത്ത് പ്രഷർ, ഭയങ്കര കുറവായിരിക്കും, അവർക്ക് ലെസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ചെക്ക് ഫോർ ദാറ്റ്. Then next is ഓറൽ എക്സാമിനേഷന് ഫസ്റ്റ് നമ്മൾ ലിപ്പിനെ അസസ് ചെയ്യണം. ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റിട്രാക്ഷൻ, നമുക്ക് കുട്ടികളുടെ അടുത്ത് ലൈക്ക് എന്ന് പറയാൻ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ബ്രഷ് ചെയ്യുന്നത് ഇന്ന് കാണിക്കാൻ പറയാം, അതാണ് റിട്രാക്ഷൻ. ദെൻ പ്രൊട്രൂഷൻ ഉണ്ടോ നോക്കണം, അതായത് സ്ട്രോ ഡ്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു സ്പൂണിൽ വെള്ളം എടുക്കാൻ പറ്റുന്നുണ്ടോ, ലൈക്ക് ലിക്വിഡ്സ്, പിന്നെ കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലുള്ളത് എടുക്കാൻ പറ്റുന്നു, സെമി ലിക്വിഡ്സ്, സോളിഡ്സ്, അതൊക്കെ അവരോട് ലിക്വിഡ്സ്, സെമി സോളിഡ്സ്, ഇത് മൂന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പേരൻസിന്റെ അടുത്ത് ചോദിക്കാം. പിന്നെ പക്കറിങ് പ അവരുടെ അടുത്ത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ബ അങ്ങനെയൊക്കെ അസസ് ചെയ്യുക. ദെൻ റൗണ്ടിങ് ഇപ്പൊ ട്രെയിൻ എങ്ങനെ പോകുന്നത്, ലൈക്ക് അത് ലിപ്പ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക. ദെൻ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിൽ പേരൻസിന്റെ അടുത്ത് ചോദിക്കുക, കുട്ടി വായത് തുറന്നാണോ ഇരിക്കുന്നത് ഓർ ക്ലോസ് ചെയ്താണോ, എങ്ങനെയാണ് അറ്റ് റെസ്റ്റിൽ എന്ന് ചോദിക്കാം. അതാണ് നമ്മൾ ലിപ്പിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് ടങ്ങിൽ നമ്മൾ കുട്ടിയുടെ എലിവേഷൻ പറയാൻ, അതായത് ഹാർട്ട് പാലറ്റിൽ ടച്ച് ചെയ്യുന്നുണ്ടോ ദെൻ ലാറ്ററലൈസേഷൻ എങ്ങനെയാണ്, അതായത് ഒരു യു ക്യാൻ കീപ്പ് ഒരു ഹണിയോ ചോക്ലേറ്റോ എവിടെയെങ്കിലും സൈഡിലൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് ടങ് മൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രൊട്രൂഷൻ ആൻഡ് റിട്രാക്ഷൻ ഇസ് ഹൗ നമ്മൾ പറയുക, അപ്പൊ നമ്മുടെ ബേസ് ഓഫ് ദ ടങ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക, അതാണ് ടങ്ങിന്റെ റിട്രാക്ഷൻ നോക്കുന്ന ഒരു എക്സാമ്പിൾ അതാണ്. ദെൻ ഹാർട്ട് പാലറ്റ് നമ്മൾ അസസ് ചെയ്യുന്നത് ഹൈ ആർച്ച്ഡ് ആണോ ലോ ആണോ അതാണ് ഹാർട്ട് പാലറ്റ് നമ്മൾ അസസ് ചെയ്യുന്നത്. ദെൻ കംസ് ടു സോഫ്റ്റ് പാലറ്റ്, വായ തുറന്നിട്ട് കുട്ടിയുടെ അടുത്ത് പറയാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് പാലറ്റ് ഒരു റിട്രാക്റ്റഡ് പൊസിഷനിൽ വരും. മൂവ്മെന്റ് ഉണ്ടോ നോക്കുക, അതായത് വീലത്തിന്റെ മസിൽ മൂവ്മെന്റ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത് മെയിൻലി. സോ ദീസ് ആർ കംസ് അണ്ടർ ഓറൽ എക്സാമിനേഷൻ അണ്ടറിൽ നമ്മൾ ലിപ്പ്, ടങ്, ഹാർട്ട് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്. പിന്നെ സ്വാളോയിങ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ നോക്കുക, ചോദിക്കുക, വേദന ഉണ്ടോ, പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ദെൻ നേസൽ റീഗർജിറ്റേഷൻ, ലിക്വിഡ്സോ സോളിഡ്സോ ഓർ സ്നീസിങ്ങിന്റെ സമയത്താണോ അത് വരുന്നത്, അങ്ങനെയൊക്കെ നേസൽ റീഗർജിറ്റേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. സോ നെക്സ്റ്റ് ഈസ് ആർട്ടിക്കുലേഷൻ ആൻഡ് റെസൊണൻസ് എക്സാമിനേഷൻ. ദിസ് ഇസ് സംവാട്ട് സിമിലർ, ബട്ട് നമ്മൾ കുറച്ചും കൂടി സ്പീച്ച് ആസ്പെക്ട്സിലാണ് ആർട്ടിക്കുലേഷൻ ആൻഡ് റെസൊണൻസ് എക്സാമിനേഷൻ ചെയ്യുന്നത്. ആർട്ടിക്കുലേഷനിൽ നമ്മൾ സൗണ്ട്സ് പിന്നെ പ്ലോസൽ സ്റ്റോപ്സ് ഒക്കെ നമ്മൾ അസസ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ടു നോ ദാറ്റ് വെദർ കുട്ടിക്ക് അതായത് സ്പീച്ച് സൗണ്ട് അക്വിസിഷൻ ഉണ്ടോ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് വോയിസ് പ്രോബ്ലം ഉണ്ടോ, ബിക്കോസ് അവരുടെ വോയിസ് ഒന്നെങ്കിൽ ബ്രത്തി ആയിരിക്കും, കാരണം അവർക്ക് ഗ്ലോട്ടൽ ചിങ്ക് ഉള്ളത് കൊണ്ട് ഡ്യൂ ടു ഗ്ലോട്ടൽ ചിങ്ക് അവർക്ക് ബ്രത്തി വോയിസ് ആയിരിക്കും. പിന്നെ ഡ്യൂ ടു അവർക്ക് ആബ്സെന്റ് വീലോഫാരിഞ്ചൽ കോമ്പറ്റൻസി ആബ്സെന്റ് ആയിരിക്കും, പക്ഷേങ്കിൽ അവര് നല്ലൊരു സ്പീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ വോയിസ് അവർ യൂസ് ചെയ്യും. അങ്ങനെ അവരുടെ വോയിസ് മേ ബി ഹാർഷ് അല്ലെങ്കിൽ ഹോഴ്സ് വോയിസ് ആയിരിക്കും. സോ അവർക്ക് മേ ബി ഒരു വോയിസ് പ്രോബ്ലം ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ വോയിസ് പ്രോബ്ലം ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. ആർട്ടിക്കുലേറ്റ് സൗണ്ട്സിൽ ലൈക്ക് പ്രിസൈസ് ആണോ, അവരുടെ കൺസണൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ഇന്റലിജിബിലിറ്റി, റേറ്റ് ഓഫ് സ്പീച്ച്, ഇന്റലിജിബിലിറ്റി ഒക്കെ ചെയ്യാൻ നമുക്ക് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. Okay, next is ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഹിയറിംഗ് സ്ക്രീനിങ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ പിന്നെ സ്പീച്ച് മാത്രമായിട്ടുള്ള കുട്ടി വരികയാണെങ്കിൽ നമുക്ക് ഇൻഫോർമലി നമുക്ക് ഹിയറിംഗ് സ്ക്രീനിങ് ഒക്കെ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ലാംഗ്വേജ് സ്ക്രീനിങ്ങിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എക്സ്പ്രസീവ് ലെവൽ എവിടെയാന്ന് നോക്കുക, ആൻഡ് കോംപ്രിഹെൻഷൻ റിസെപ്റ്റീവ് ലെവൽ എവിടെയാന്ന് നോക്കുക. ദെൻ ജസ്റ്റ് സീ ഫോർ ദി MLU ഏജ് അഡിക്വേറ്റ് ആണോ. ഇഫ് നോട്ട് അങ്ങനെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ടേക്ക് എ ബേസ് ലൈൻ, എന്നിട്ട് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലും വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് മൂവിങ് ഓൺ ടു ദി മാനേജ്മെന്റ് പാർട്ട്. മാനേജ്മെന്റ് പാർട്ടിൽ ഫസ്റ്റ് ഇസ് സർജറി. സോ വീലോഫാരിഞ്ചൽ
insufficiency എന്തെങ്കിലും ഉണ്ടെങ്കിൽ we have to go for that, like palatal lengthening or surgery, like muscles correct ചെയ്യാനുള്ളതൊക്കെ correct ചെയ്തിട്ട് that is a surgeon part ആണത്. പിന്നെ prosthetic appliances അതിപ്പോ യൂഷ്വലി ഉപയോഗിക്കുന്നവരുണ്ട്, but it is very rare. And നമ്മുടെ പാർട്ടാണ് സ്പീച്ച് തെറപ്പി. സോ ഇൻ അവർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 to 6 years മാൻഡേറ്ററി ആണ് നമുക്ക് സ്പീച്ച് തെറപ്പി. കാരണം ആഫ്റ്റർ ദി സർജറി സ്പീച്ച് തെറപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആഫ്റ്റർ ക്ലെഫ്റ്റ് സർജറി 3 months ക്ലെഫ്റ്റ് സർജറി നടത്തും ഇവിടെ. പിന്നെ ക്ലെഫ്റ്റ് പാലറ്റ് 1 year നടത്തും. ദെൻ 2 years to 6 years മാൻഡേറ്ററി സ്പീച്ച് തെറപ്പിക്ക് ആവശ്യമാണ്. സോ ദെയർ വി ക്യാൻ കറക്റ്റ് ഫോർ articulatory errors and we can work on the compensatory articulation. So next is speech therapy management. Then first namukku vendathu oru parent support aanu. Parent support oru early management aanu. So parent education program. So adayithu parents in അറിയണം ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന തെറപ്പിക്ക് ആർട്ടിക്കുലേറ്ററി എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനാണ്. അതിന് നമ്മൾ അങ്ങനെ ഒരു പാരന്റ്സിന് അവയർനെസ് കൊടുക്കണം. വി ഹാവ് ടു ഗിവ് ആൻ അവയർനെസ് ഫോർ പേരൻസ് അബൌട്ട് ദി ഹൗ ടു ഫെസിലിറ്റേറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു തെറപ്പി ഇത് കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ഓക്കെ, ഫസ്റ്റ് ഈസ് മസിൽ ട്രെയിനിങ്. മസിൽ ട്രെയിനിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് okay, velopharyngeal activity ആണ്. To increase it helps for നമ്മുടെ ഡീഗ്ലൂട്ടേഷൻ നോർമൽ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പീച്ച് സംസാരിക്കാൻ കുട്ടിക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ ബിഫോർ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കുലേഷൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് മസിൽ ട്രെയിനിങ് ആണ് വേണ്ടത്. ഫോർ ദാറ്റ് ഫസ്റ്റ് ഇസ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ കൊടുക്കുന്നത് അതൊരു ഇറ്റ് ഇസ് സംവാട്ട് ഈക്വൽ ടു നോൺ സ്പീച്ച് ഓറോമോട്ടോർ എക്സസൈസസ്. അതിനകത്ത് നമ്മൾ യോൺ ചെയ്യാൻ പറയുക. യോൺ ചെയ്യുമ്പോൾ നമ്മളെ വീലത്തിന്റെ മസിൽസ് ഒക്കെ ആക്റ്റീവ് ചെയ്യും. ദെൻ വിൽ ഗോ ഫോർ യൂസ് ഓഫ് വിസിൽ അല്ലെങ്കിൽ ഹം ചെയ്യാൻ പറയുക. ദെൻ ലിപ്പ് എക്സസൈസസ്. ലിപ്പ് എക്സസൈസ് അസസ്മെന്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ലൈക്ക് ബ്ലോയിങ്, അതായത് റൗണ്ടിങ്, അങ്ങനത്തെ ബ്ലോയിങ്, റൗണ്ടിങ്, പ്രൊട്രൂഷൻ, റിട്രാക്ഷൻ, അത് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് കണ്ടെത്തിയിട്ട് സംവാട്ട് ഈക്വൽ ടു അങ്ങനെ ലിപ്പ് എക്സസൈസസ് ചെയ്യാം. ദെൻ ബ്ലോയിങ് ഓഫ് ചീക്സ്, നമ്മൾ കാറ്റ് വായിൽ കാറ്റ് നിറച്ചിട്ട് സ്റ്റോപ്സ്, അതായത് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു ബേസ്റ്റ്, എയറിന്റെ ബേസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എയർ ചീക്സിൽ ബിൽഡ് മസിൽസ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആവാനുള്ള കുറച്ച് എക്സസൈസസ് ഒക്കെ. ദെൻ വി ക്യാൻ ഷോ, അതായത് വേരിയസ് പാർട്ട് ഓഫ് ദ വേരിയസ് പ്ലേസസ്, ആർട്ടിക്കുലേഷന്റെ പല പ്ലേസസ്, അതായത് വിത്ത് ദ ടങ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ലൈക്ക് ല പറയുമ്പം ടങ് ഇസ് എലിവേറ്റിംഗ്, പിന്നെ സ, അങ്ങനെ ഓരോ സൗണ്ട്സിന് ടങ്ങിന്റെ പ്ലേസ്മെന്റ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ദെൻ മൂവിങ് ഓൺ ടു ദി ഡയറക്റ്റ് method. Direct method we can use number of devices. അതായത് അത് കുട്ടിക്ക് ഫീൽ ചെയ്യണം. സോ നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോളണ്ടറി റിഫ്ലെക്സസിനെ നമ്മൾ കുട്ടിയുടെ വോളണ്ടറി കൺട്രോളിലേക്ക് എത്തിക്കുന്ന ഒരു ലൈക്ക് ദേ ആർ വി ആർ മേക്കിംഗ് ദം അവെയർ, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. സോ നമ്മൾ we start with a massage on the anterior part of the heart palate. We'll move on to the tactile feedback കൊടുത്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. Then we can do phonetic place. കഴിയുമ്പോൾ ആഫ്റ്റർ മസിൽ നമുക്ക് കഴിയുമ്പോൾ കുഞ്ഞിനൊരു ലൈക്ക് മസിൽ ബിൽഡപ്പ് കുറച്ചുണ്ടാവും. സോ ദാറ്റ് കുട്ടിക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇപ്പൊ ഒരു സൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു പ്രഷർ ബിൽഡ് ചെയ്യണം. അപ്പം ആഫ്റ്റർ ദ മസിൽ ട്രെയിനിങ് ഫസ്റ്റ് നമ്മൾ ഓറോമോട്ടർ എക്സസൈസസ്, ട്രീറ്റ്മെന്റ് of articulation, teach more visible sounds first, then we'll go to less visible sounds. Then teach stops, that is p, t, k, b, d, g, and fricatives is f, v before other class of sounds. Then provide visual and auditory cues, give tactile cues to improve the tongue positioning, then work on the generalization and maintenance. ഇതാണ് നമ്മുടെ
നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വിൽ സ്റ്റാർട്ട് ഓൺ ദ ഐസൊലേഷനിലായിരിക്കും, ലൈക്ക് ഇനീഷ്യൽ വാൾ. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് റെസൊണൻസിൽ മെയിൻലി ഹൈപ്പർനേസാലിറ്റി ആണ്. ഹൈപ്പർനേസാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. Okay, so treatment for resonance, treat nasality, hypernasality only if child is capable of achieving the velopharyngeal closure. Then open mouth approach. Open mouth approach is something നമ്മുടെ റെസൊണൻസ്, അതായത് ഓറൽ റെസൊണൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. സോ അവരെ നമുക്ക് സൗണ്ട് കുറച്ചും കൂടെ ഹൈ വോളിയത്തിൽ നമ്മൾ ടോക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ റെസ്പിറേഷൻ അപ്പം ക്ലാരിറ്റി ആൻഡ് ആ ഒരു ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി കിട്ടും. സോ വി ഹാവ് ടു ടെൽ ദം ടു get on to the oral opening വേണം നമുക്ക്. Then encourage child to increase loudness, that is equal to open mouth approach. Then auditory discrimination training for oral and nasal sounds. Then there is a technique like nose pinch technique. അതായത് ഇപ്പം അത് നേസൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് പ്രാക്ടീസ് ചെയ്യാതെ സ്റ്റോപ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ക്ലോസ് ദ നോസ്ട്രിൽസ് ആൻഡ് ടെൽ ദം ടു സ്പീക്ക് ദ സ്റ്റോപ്പ് സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോസ് പിഞ്ച് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് അസസ്മെന്റ് പാർട്ടും തെറപ്പി പാർട്ടും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തത്. സോ ലാസ്റ്റ് ഇസ് ടീം അപ്രോച്ച് of articulation errors that are caused by velopharyngeal competency error, particularly after correction of structure. And then speech therapy is also appropriate for misarticulation from mislearning. If the child is not responding to the therapy, refer to the craniofacial team for further evaluation of velopharyngeal function. So this is how നമ്മളിപ്പം കുട്ടി ഓഡിയോ ഡിപ്പാർട്ട്മെന്റിൽ വരികയാണെങ്കിൽ നമുക്ക് സ്പീച്ചും അസസ് ചെയ്യാം ആൻഡ് വി ക്യാൻ റെഫർ ടു എ സ്പീച്ച് തെറപ്പിസ്റ്റ്. ഇപ്പം ഓഡിയോ മാത്രം ഉള്ളവർക്കാണെങ്കിലും ദെൻ സ്പീച്ച് തെറപ്പിയിൽ ഈ ഒരു ലൈക്ക് ആഫ്റ്റർ സർജറി 2 years എത്രയും പെട്ടെന്ന് നമുക്ക് ലൈക്ക് സർജറി കഴിഞ്ഞിട്ട് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു മിസ് ലേണിംഗ് പ്രോസസ്സ്, അതായത് കോമ്പറ്റൻസി ഉള്ള കുട്ടികൾക്കാണെങ്കിലും ആഫ്റ്റർ ഇൻസഫിഷ്യൻസി, അതായത് സ്ട്രക്ചറലി ഒക്കെ ഡിറ്റക്ട് മീൻസ് ഡെഫിഷ്യൻസി ഒക്കെ മാറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഇൻ ദ സ്പീച്ച് തെറപ്പി പാർട്ട്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടീം വർക്ക്. കാര്യം ദ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഷുഡ് ഹാവ് എ കോണ്ടാക്ട് വിത്ത് ദ സർജൻ. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സർജനുമായിട്ട് ഒരു കോണ്ടാക്ട് തന്നെ വേണം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ജസ്റ്റ് ടു അസസ് ദ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ്, ദിസ് ഈസ് വൺ ഓഫ് ദ മെക്കാനിസം ടു നോ ഹൈപ്പർനേസാലിറ്റി, ദാറ്റ് ഈസ് കോൾഡ് നേസോമെട്രി. നേസോമെട്രി നല്ലൊരു ഡിവൈസ് തന്നെയാണ്. നമുക്ക് കറക്റ്റ് പേഷ്യന്റ് ഹൈപ്പർനേസാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ നേസോമെട്രി ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 2019 ഫ്ലഡ്സിന് അത് പോയി. ബട്ട് വി ആർ ഹോപ്പിംഗ് ടു ബൈ വൺ. അറ്റ് പ്രസന്റ് വി ഹാവ് the video fluoroscopy and the nasometry.